തിരുവല്ലയിൽ സ്വന്തം കുഞ്ഞിന്റെ ശരീരത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച് കയറ്റിയ പ്രതിന നമ്മളെ മാധ്യമങ്ങളും നമ്മളെ പോലീസും എങ്ങനെ ട്രീറ്റ് ചെയ്തെന്ന് കണ്ടില്ല. നിങ്ങളെ ന്യൂസ് കേട്ടില്ല, നിങ്ങളതെങ്ങനെ ട്രീറ്റ് ചെയ്തെന്ന് കൂടി ഒന്ന് നോക്കിയട്ടെ. 10 വയസ്സുകാരനായ മകന്റെ ശരീരത്തിൽ സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് MDMA ഒട്ടിച്ചു വെച്ചായിരുന്നു ലഹരി വിൽപ്പനയെന്ന് തിരുവല്ല ഡിവൈഎസ്പി എസ് അഷാദ് പറഞ്ഞു. അറസ്റ്റിലായ മുഹമ്മദ് ഷമീർ മാഫിയ തലവനാണെന്നും പോലീസ് വ്യക്തമാക്കി. മെഡിക്കൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ ലഹരി വിൽപ്പന. ആ വീഡിയോയിൽ ബ്ലർ ചെയ്തത് 10 വയസ്സുകാരനല്ല, ആ 10 വയസ്സുകാരൻ്റെ അച്ഛനാണ്. ആ ക്രൂരൻ സ്വന്തം മകന്റെ ശരീരത്തിൽ മയക്കുമരുന്ന് കെട്ടിവെച്ചിട്ട് കച്ചവടം നടത്തിയ ആ ക്രൂരൻ ഓനെ ബ്ലർ ചെയ്ത് കാണിക്കുന്നു. 10 വയസ്സുകാരനെ ബ്ലർ ചെയ്ത് കാണിക്കുന്ന നമ്മളെ നേപ്പത്തിൻ്റെ അവസ്ഥ അറിയാം. പക്ഷേ ആ ക്രൂരൻ, അതായത് ആ പിതാവിനെ എന്തിനാ ബ്ലർ ചെയ്യുന്നത്? ഓരോ പേരടക്കം പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ മുഖം ബ്ലർ ചെയ്യുക. എന്താ അവസ്ഥ? ഇതല്ല ശരിക്കും പറഞ്ഞാൽ കോമഡീൻ്റെ മുകളിൽ കോമഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാ കൊലപാതകങ്ങൾക്കും എല്ലാ ക്രിമിനൽസിൻ്റെ മക്കളുണ്ടാവില്ല 10 വയസ്സ് വല്ല 15 വയസ്സ് ഈ പ്രായം കുറഞ്ഞ്. അപ്പോൾ ആ കൊലപാതകൾ മക്കൾ ചെറുതായിട്ട് അച്ഛനെ കാണിക്കൂല, മക്കൾക്ക് നാണക്കേടാകുന്നുണ്ടാ? അല്ലെങ്കിൽ അച്ഛൻ്റെ ഫോട്ടോ കണ്ടോണ്ട് മക്കളെ തിരിച്ചറിയുന്നു വെച്ചിട്ടാ? നാണവും മാനവും ഉളുപ്പും ഉണ്ടാ മാധ്യമങ്ങളെ. പിന്നെ എന്തിനാണ് നിങ്ങളിത് കാണിക്കുന്നത്? പിന്നെ എന്തിനാ ഈ വാർത്ത പറയുന്നത്? നിങ്ങൾ ലഹരിക്കെതിരെ ബോധവൽക്കരണം, എന്ത് ഉണ്ടക്കെതിരെ ബോധവൽക്കരണം. ഇനി പോലീസുകാർ എങ്ങനെയാന്ന് ഇയാളെപ്പറ്റി സംസാരിച്ചൊന്ന് കേട്ടു നോക്കാല്ലേ. അദ്ദേഹം കൊട്ടടക്ക അദ്ദേഹം വിളിക്കുന്നുണ്ട്. അദ്ദേഹം നാണം ഉണ്ടാടും, നാണം. പിന്നെ എവിടാടോ നാട് നന്നാവുക? പിന്നെ എവിടെ നാട് നന്നാവുക? ശരിക്കറിഞ്ഞ് ഇതെല്ലാം കാണുമ്പോണ്ടല്ല നിയമം കയ്യിലെടുക്കാൻ തോന്നുന്നു. പക്ഷെ നമ്മളെന്തായാലും പോലീസ് പിടിക്കും. നമ്മളെ പോലീസ് പിടിച്ചാൽ നമ്മളെ അച്ഛൻ്റെ പേര്, അച്ചാച്ചൻ്റെ പേര്, വില്ലച്ഛൻ്റെ പേര്, കൊച്ചച്ഛൻ്റെ പേര്, നമ്മളെ അയൽവാസികളുടെ പേര്, നമ്മളെ ഫോട്ടോസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, അല്ലാത്ത ഫോട്ടോസ്, ഇനി എങ്ങനെയെല്ലാം കളർ ഫോട്ടോസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് എല്ലാം കൊടുക്കും. കാരണം നമ്മൾ മാധ്യമങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ടല്ലോ, പോലീസുകാർക്കെതിരെ, തെറ്റ് കണ്ടാൽ പോലീസുകാർക്കെതിരെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പകയുണ്ടാവും. പക്ഷെ ഇതുപോലെയുള്ള അത് കൊടും ക്രിമിനലാണ്. ചോൻ്റെ ബ്ലർ ചെയ്തിട്ട് അവൻ്റെ മുഖം കാണിക്കാൻ കഴിയും. പിന്നെ ഈ വാർത്ത കാണിക്കണം, ഉളുപ്പില്ല, പോയി ചത്തൂടാ നായ്ക്കളിങ്ങൊക്കെയല്ലോ.